ക്രീമി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, സ്വീറ്റ് കോൺ, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 200 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പല ഷേപ്പിലുള്ളതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ നല്ല പോലെ തിളയ്ക്കുമ്പോൾ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, പറയാൻ പറ്റില്ല. ഒരു 8 മിനിറ്റ് ഇത് നല്ല തീയിൽ തിളക്കട്ടെ. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടാം. കോൺ ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇതിപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല വെന്ത് പോകേണ്ട ആവശ്യമില്ല. നല്ല വെന്ത് പോയാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 വേവ് മതിയാവും. ഇതിങ്ങനെ എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ കണക്കായിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് നമുക്ക് മാറ്റാം. 1 ഗ്ലാസ് പച്ചവെള്ളം കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എന്ത് പരുവായി നോക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 2 സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടാകുമ്പോൾ മൈദ പൊടിയാണ് ഇനി ചേർക്കാനുള്ളത്. 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതും ബട്ടറും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവേ, കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ടയായി പോവും. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് മറക്കരുതേ. കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ വൈറ്റ് സോസ്. വൈറ്റ് സോസ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാ പാലും കൂടെ ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടെ കട്ടയായിട്ടിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തിളപ്പിച്ച പാലൊന്നും വേണ്ട കേട്ടോ. തണുത്ത പാലെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ഭയങ്കര തണുപ്പിച്ച പാലൊന്നും അല്ല. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ആ പശുവും പാൽ തന്നെ ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 സ്പൂണ് മൈദയും 2 ഗ്ലാസ് പാലുമാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് വരണം. ഉണ്ടോ, ഈ ഒരു പരുവത്തിന് നല്ല ക്രീമി ആയിട്ട് വരണം. ഇതുപോലെ ഒരു തവിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് അത് ഈ ഒരു പരുവത്തിന് കിട്ടുന്ന ആ ഒരു പാകത്തിന് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ വെജിറ്റബിൾസ് എല്ലാം. ഇനി നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്താൽ മതി. 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണേ. തിളപ്പിച്ച പാലാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ ഈ പാസ്ത മിക്സ് ഇടുന്നുണ്ട്. ഇത് ഞാൻ മോറിൽ നിന്ന് വാങ്ങിയതാണ്. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കാണുമ്പോൾ 10 രൂപയെ വിലയുള്ളൂ ഇതിന്. അതുപോലെ തന്നെ ഒറിഗാനോ, ഇതും ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. കുറച്ചിട്ടാൽ മതി. ഇതും അതുപോലെ തന്നെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനം ചീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസി ക്രീമി പാസ്ത തയ്യാറായിട്ടുണ്ട്. കണ്ടോ, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക്. അടിപൊളി.